ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് വെച്ചാൽ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു തികച്ചൊരു AR ആപ്ലിക്കേഷനാണ്. സോ വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെ അധികം യൂസ്ഫുൾ ഒരു ആപ്ലിക്കേഷനാണിത്. സോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഡ്രോയിങ് അറിയില്ലെങ്കിലും ഈ ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും, വളരെ എളുപ്പത്തിൽ തന്നെ ഡ്രോ ചെയ്യാനും പറ്റും. ആരുടെ ഫോട്ടോ വേണമെങ്കിലും നമുക്കിതിൽ AR യൂസ് ചെയ്തിട്ട് നമുക്ക് ശരിക്കും ഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഒരു വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് ഒരാളെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോടത്തുള്ള ആ ബെൽ ഐക്കൺ ഒന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമ്മളെ ആപ്പിൻ്റെ പേര് എന്ന് പറയുന്നത് സ്കെച്ച് ആർട്ട് എന്നാണ് ആപ്പിൻ്റെ പേര്. സോ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഗൈസ്. അപ്പോൾ നമ്മൾ AR ആപ്ലിക്കേഷൻ കുറേ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇല്ലാത്തവരാണെങ്കിൽ ഇതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കുറേ ലോക്കായിട്ടൊക്കെ എടുക്കുന്നുണ്ടാവും. സോ അത് അൺലോക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ക്യാഷ് കൊടുക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ കുറേ നല്ല നല്ല ഫീച്ചേഴ്സുള്ള ആപ്പാണ്. അപ്പോൾ ഡെവലപ്പറിനൊക്കെ നമുക്ക് ഒരു ഇത് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്കിപ്പോൾ നമ്മളെ ഫോണിലൊക്കെ ഉള്ള ഫോട്ടോസൊക്കെ വേണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ AR വഴി നമുക്ക് വരക്കടത്തിലാക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു വിജയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ വരക്കാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് നോക്കി വരക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വരക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇവരിപ്പോൾ ഇമേജിൻ്റെ ഫിൽറ്റർ ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ടാകും. നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ കുറേ നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും കുറേ ഇതിലൊക്കെ ആണെങ്കിൽ കുറേ പോസ്റ്റേഴ്സ് കാണാൻ പറ്റും. എന്നാൽ നമ്മളിപ്പോൾ ഡ്രോയിങ് ചെയ്തിട്ടുള്ള. അപ്പോൾ അതൊക്കെ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. നമുക്കിപ്പോൾ ട്രേസ് ചെയ്യണ പോലെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ അളവൊക്കെ വേണമെങ്കിൽ കുറയ്ക്കുക. ബാക്കിത്തെ ആ ഫോട്ടോയുടെ അളവ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഡ്രോ ചെയ്തിട്ട് നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ പല പ്ലാറ്റ്ഫോമിലും നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ ബാക്കിത്തെ ഇമേജ് ഇപ്പോൾ ഏത് ഇമേജ് വേണമെങ്കിൽ വെച്ചാൽ നമ്മൾ ഇതേ ഫോർമാറ്റിൽ വെക്കുന്നതാണ്. പിന്നെ ഈ ആപ്പ് നല്ല രീതിയിൽ തന്നെ ഹെൽപ്ഫുള്ളാണ്. ഡ്രോയിങ് ചെയ്യുന്നവർക്കൊക്കെ എന്തായാലും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമുക്കിപ്പോൾ പല ടൂൾസൊക്കെ വെച്ചിട്ട് നന്നായി ഇതിൻ്റെ മുകളിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഡ്രോ ചെയ്യാനും അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉള്ളൊരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കൂട്ടിയാൽ കണ്ട. അപ്പോൾ ഇങ്ങനെ നമുക്കിപ്പോൾ അതിൻ്റെ അളവ് കുറച്ചിട്ട് ഇപ്പോൾ എല്ലാം കണ്ട് നമുക്ക് ഏറ്റവും ലോ ആക്കി വെച്ചാൽ നമുക്കപ്പോൾ എക്സാക്റ്റായിട്ട് നമ്മൾ വരച്ചത് എങ്ങനെയും കാണാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഡ്രോയിങ് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണിത്. ഇനി അതിൻ്റെ ഒരു ARൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഈ ആപ്പിനോട് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ അവരെ ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ നമ്മളിപ്പോൾ ഇവർ തരുന്ന കുറച്ച് AR ഫോട്ടോസ് നമ്മളിപ്പോൾ AR ആക്കുമ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷന് പ്രോബ്ലം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവർക്കായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. റിപ്ലൈ ഒന്നും വന്നിട്ടില്ല ഗായ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് വരക്കാനൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ജസ്റ്റ് നെറ്റ്വർക്ക് ഇല്ലാത്ത തന്നെയാണ് ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നിട്ടില്ല. പിന്നെ സെറ്റിങ്സിൽ അത്യാവശ്യം ഓപ്ഷൻ അവർ തന്നിട്ടുണ്ട്. അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ആപ്പിനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് അവരൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ് ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ AR എങ്ങനെ ഇതാക്കണമെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് അതേ ഫോട്ടോൻ്റെ വിജയുടെ ഫോട്ടോനെ എടുത്ത് എന്നിട്ട് ഞാൻ ഇവിടെ അപ്പുറത്തൊരു ഓപ്ഷൻ ഉണ്ടാവും ഡ്രോ വിത്ത് AR എന്നുള്ളത്. സോ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഒരു വൈറ്റ് പേപ്പർ വെച്ചാലാണ് കറക്റ്റിൽ വരുള്ളൂ. ഇത് കാരണം എന്ന് വെച്ചാൽ വൈറ്റിനെ മാത്രമാണ് അവർ ഡിറക്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ കാണിച്ചതിൻ്റെ അവർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വൈറ്റ് പേപ്പർ കറക്റ്റ് ആയാൽ വരുള്ളൂ. പിന്നെ നിങ്ങൾ ട്രൈപോഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ നമുക്കിപ്പോൾ അടിയിൽ ഇപ്പോൾ ഫോണിലൊക്കെ ഫോട്ടോ എടുക്കണ പോലെ അടിയിലൊരു ഓപ്ഷൻ ഉണ്ട്. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വരച്ചുകൊണ്ടിരിക്കണം തന്നെ ഇപ്പോൾ വീഡിയോ എടുക്കണമെങ്കിലും ഫോട്ടോ എടുക്കണമെങ്കിലൊക്കെ അങ്ങനെ വെച്ച് വരക്കാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് അവർ തന്നെ ഒരു നല്ലൊരു ഓപ്ഷൻസൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഒരു ചെറിയൊരു വീഡിയോ ഇരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, നിങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ചിത്രം വരച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ആദിൽ സൈനിങ് ഔട്ട്.